ചെഡർ ചായ. ചായ മലയാളിയുടെ ഒരു എനർജി ഡ്രിങ്ക് ആണ്. ഇപ്പോൾ 2026 മെയ് മാസത്തെ പൊള്ളുന്ന ചൂടിനേക്കാൾ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചായക്ക് 16 രൂപയായി ഉയർന്നു. കേൾക്കുമ്പോൾ ഇതൊരു ചെറിയ തുകയായി തോന്നാം, പക്ഷേ സംഗതി അല്പം സീരിയസ് ആണ്. അല്ലേട്ടാ, ഈ ചായക്ക് 16 രൂപ എന്നുള്ളത് ഇച്ചിരി കൂടുതലല്ലേ? ചായ 16 രൂപ അതിന്റെ ഫീസിബിലിറ്റി നോക്കിയിട്ടാണ് നമ്മളിപ്പോ 16 ഒതുക്കി നിർത്തിയേക്കണേ. പലയിടത്തും കല്ലൂരാണെങ്കിലും എറണാകുളത്ത് പല ഭാഗങ്ങളിലും 20 വരെ ചായക്ക് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് പുതിയ കടയാണ്, രണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ മിൽമ പാല അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്യണില്ല. മിൽമയുടെ പച്ചക്കവർ പാല യൂസ് ചെയ്യണേ. ഒരു തരി വെള്ളം ചേർക്കാതെ തിളപ്പിക്കുവാണ്. പിന്നെ ഗ്യാസിന്റെ റേറ്റ് കൂടിയേക്കണ കാഴ്ച ഞങ്ങളെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് മീഡിയക്കാർക്കും എല്ലാവർക്കും തന്നെ അറിയാലോ. ഒറ്റയടിക്ക് 2 പ്രാവശ്യമായിട്ട് 1200 രൂപയോളം കൂടിയിട്ടുണ്ട്. ഇത് ഓടിച്ചുകൊണ്ട് പോകണ്ടേ, ശരിക്കും ടഫാണ്. അത് കൂടാതെ ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് മലയാളീസ് അല്ല, പുറത്തുള്ളവരാണ്. അവിടുത്തെ ഇലക്ഷനും കാര്യങ്ങളും പ്രമാണിച്ച് അവർ ട്രാവൽ ചെയ്തിട്ട് എല്ലാവരും തിരിച്ചെത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഉണ്ടായിരുന്ന മൊത്തം അവരുടെ ജനസംഖ്യയിൽ ഒരു പകുതി പോലും ആൾക്കാർ തിരിച്ചു വന്നിട്ടില്ല. സോ അവരുടെ സാലറി കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ആയി. നമ്മളെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്ട്രഗിൾ ആണ്. അത് 16 ഒതുക്കി നിർത്തിയേക്കുവാണ്. സത്യം പറഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ആണ് ഫോഴ്സ്ഫുള്ളി. ചായക്ക് ഇപ്പൊ റേറ്റ് കൂടിയില്ലേ? 16 രൂപയായി. അതെങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുമോ സാധാരണക്കാരെ സംബന്ധിച്ച്? സാധാരണക്കാരെ സംബന്ധിച്ച് അഫോർഡബിൾ ആണ്. പക്ഷെ ചായ ലവേഴ്സ് എത്ര റേറ്റ് കൂടിയാലും ചായ കുടിക്കും, എങ്ങനെയാണെങ്കിലും ചായ മേടിച്ചു കുടിക്കും. സാധാരണ ഇപ്പൊ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഡെയിലി പുറത്തുനിന്ന് ചായ കുടിക്കുന്ന ആൾക്കാർ, അല്ലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കടക്കാരുടെ ഒരു ബുദ്ധിമുട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഗ്യാസിന് റേറ്റ് കൂടി, അതുകൊണ്ടൊക്കെയാണ് ചായക്ക് റേറ്റ് കൂടി. കണ്ടില്ലേ, വാണിജ്യ സിലിണ്ടറുകളുടെ വിലക്കയറ്റവും ഇന്ധന വിലയും സാധാരണക്കാരുടെ കഞ്ഞുകുടിയെ എത്തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് ദൂരസ്ഥലത്ത് നിന്ന് ജോലിക്ക് വരുന്നവരും ഒപ്പം ഇവിടങ്ങളിൽ വിദ്യാർത്ഥികളായി പഠിക്കാൻ എത്തുന്നവരും ഇത്തരത്തിലുള്ള ചായക്കടകളെയാണ് ആശ്രയിക്കുന്നത്. ഇതിവർക്ക് ദിനം പ്രതി ഓരോ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്.